മധ്യപ്രദേശിലെ സത്ന ജില്ലയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയുടെയും രാഷ്ട്രീയ സ്വാധീന നിയമവ്യവസ്ഥ എങ്ങനെ അപ്രസക്തമാക്കുന്നു എന്നതിന്റെയും ഭയാനകമായ ചിത്രമാണ് നൽകുന്നത്. റാംപൂർ ബഘേലർ നഗർ പരിഷത്തിലെ BJP കൗൺസിലറുടെ ഭർത്താവായ അശോക് സിംഗ് എന്ന വ്യക്തി ഒരു യുവതിയെ 6 മാസത്തോളം ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം കേരളം ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. യുവതി സത്ന SP ഹൻസ്രാജ് സിംഗിന് നൽകിയ പരാതി പ്രകാരം പീഡന പരമ്പരകൾ തുടങ്ങുന്നത് 6 മാസം മുമ്പാണ്. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി അതിക്രമിച്ചു കയറിയ അശോക് സിംഗ് യുവതിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. കേവലം ശാരീരികമായ അതിക്രമത്തിൽ ഒതുങ്ങാതെ തന്റെ ക്രൂരത മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങളായി പകർത്തി വെക്കാനും ഇയാൾ തയ്യാറായി. സംഭവം പുറത്തു പറഞ്ഞാൽ യുവതിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും വകവരുത്തുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി. രാഷ്ട്രീയ സ്വാധീനമുള്ള കുടുംബമായതുകൊണ്ടും പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ടും ഭയമുണ്ടായിരുന്ന യുവതി ഈ വിവരം ആരോടും വെളിപ്പെടുത്തിയില്ല. ഒരു സാധാരണ കുടുംബത്തിന് ഭരണകക്ഷിയുടെ പിൻബലമുള്ള ക്രിമിനലുകളെ നേരിടാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസമാണ് പ്രതിക്ക് 6 മാസത്തോളം സംരക്ഷണം നൽകിയത്. എന്നാൽ 6 മാസത്തിനു ശേഷം ഡിസംബർ 20-ന് പ്രതി വീണ്ടും യുവതിയെ സമീപിച്ചു. പഴയ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി വീണ്ടും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയായിരുന്നു ലക്ഷ്യം. യുവതി ജോലി ചെയ്യുന്ന കടയിലെത്തി അവരെ പരസ്യമായി അധിക്ഷേപിക്കാനും ഇയാൾ മടിച്ചില്ല. സഹിക്കാവുന്നതിനും അപ്പുറം പീഡനങ്ങൾ തുടർന്നപ്പോഴാണ് യുവതി പ്രതിരോധിക്കാൻ തീരുമാനിച്ചത്. പ്രതിയുമായുള്ള തന്റെ സംഭാഷണം അവർ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഈ സംഭാഷണത്തിൽ യുവതി നീതിക്കായി അപേക്ഷിക്കുന്നതും കരയുന്നതും കേൾക്കാം. എന്നാൽ നിയമത്തെയോ പോലീസിനെയോ തനിക്ക് ഭയമില്ലെന്ന് അശോക് സിംഗ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എനിക്ക് എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കില്ല. നീ എവിടെ വേണമെങ്കിലും പരാതി കൊടുത്തോ എന്നതായിരുന്നു അശോകിന്റെ വെല്ലുവിളി. ഈ അഹങ്കാരം ഒരു വ്യക്തിയുടെ മാത്രം സ്വഭാവമല്ല, മറിച്ച് ഭരണ സംവിധാനങ്ങൾ തനിക്ക് പോറൽ ഏൽപ്പിക്കില്ലെന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഗുരുതരമായ ആരോപണങ്ങളും വ്യക്തമായ ശബ്ദരേഖകളും യുവതി SP-ക്ക് കൈമാറിയിട്ടും 5 ദിവസം പിന്നിടുമ്പോഴും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. കേസ് DYSP മനോജിന് കൈമാറിയെന്ന് പോലീസ് പറയുമ്പോഴും FIR രജിസ്റ്റർ ചെയ്യുന്നതിലോ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലോ മെല്ലെപ്പോക്ക് തുടരുകയാണ്. ഇവിടെ ശ്രദ്ധേയമായ ചില വസ്തുതകളുമുണ്ട്. അശോക് സിംഗ് ഒരു പുതുമുഖ ക്രിമിനൽ അല്ല. നേരത്തെയാണ് ജില്ലയിൽ നിന്നും നാട് കടത്തിയിട്ടുള്ളതാണ്. അത്തരം ഒരു കുറ്റവാളിക്ക് എങ്ങനെ ഇത്രയും കാലം ജില്ലയിൽ സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിഞ്ഞുവെന്നതും പോലീസും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നു. വീഡിയോയുടെയും ശബ്ദരേഖയുടെയും ആധികാരികത പരിശോധിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. സാധാരണ കേസുകളിൽ ഇരയുടെ മൊഴി തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ മതിയാകുമ്പോൾ BJP നേതാവിന്റെ ഭർത്താവായ പ്രതിയുടെ കാര്യത്തിൽ പോലീസ് സാങ്കേതികതകൾക്ക് പിന്നിൽ ഒളിക്കുകയാണ്. പരാതി നൽകിയതോടെ തന്റെയും കുടുംബത്തിന്റെയും ജീവൻ അപകടത്തിലാണെന്ന് യുവതി വിളിച്ചു പറയുന്നു. പ്രതിയുടെ ഗുണ്ടകൾ തന്നെ ലക്ഷ്യമിടുന്നുവെന്ന് ഭയപ്പെടുന്ന ഇരയ്ക്ക് സുരക്ഷ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു. മധ്യപ്രദേശിൽ BJP സർക്കാർ ലൗഡ്ലി ബെഹ്ന പോലുള്ള പദ്ധതികൾ വഴി സ്ത്രീക്ഷേമത്തെക്കുറിച്ച് വാചാലരാകുമ്പോഴാണ് പാർട്ടിക്കുള്ളിലെ തന്നെ നേതാക്കളുടെ ബന്ധുക്കൾ സ്ത്രീകളെ വേട്ടയാടുന്നത്. ഇരയായ യുവതിയുടെ മൊഴിയിൽ പറയുന്നത് അശോക് സിംഗ് കൗൺസിലറുടെ ഭർത്താവ് എന്ന നിലയിലുള്ള അധികാരം ദുരുപയോഗം ചെയ്താണ് തന്നെ വേട്ടയാടിയതെന്നാണ്. ഭരണകക്ഷിയുടെ നേതാക്കൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പാർട്ടി നേതൃത്വം പുലർത്തുന്ന മൗനം കുറ്റവാളികൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ്. ക്രിമിനലുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ അവർക്കെതിരെ മാതൃകാപരമായ നടപടി എടുക്കാനോ BJP തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിനും കാരണമാകുന്നുണ്ട്. സത്നയിലെ ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ പ്രതികളാകുന്ന കേസുകളിൽ ഇരകൾക്ക് നീതി ലഭിക്കാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. ഈ കേസ് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുമുണ്ട്. ശബ്ദരേഖ പുറത്തു വന്നതോടെ ജനങ്ങൾക്കിടയിൽ വലിയ രോഷമാണ് പുകയുന്നത്. നീതി ലഭിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഒരു സ്ത്രീ താൻ നേരിട്ട ക്രൂരത ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടും കുറ്റവാളിയെ തൊടാൻ മടിക്കുന്ന പോലീസ് നടപടി ലജ്ജാകരമാണ്. ആധുനിക നിയമവ്യവസ്ഥയിൽ തെളിവുകൾ ഇത്രയും വ്യക്തമായിട്ട് പ്രതി പുറത്തു നിൽക്കുന്നത് സാധാരണക്കാർക്ക് നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. യുവതിയുടെ പോരാട്ടം കേവലം ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് അധികാരത്തിന്റെ ഹുങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരു വ്യവസ്ഥിതിക്കെതിരെയുള്ളതാണ്. അശോക് സിംഗിനെ പോലുള്ള കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന രാഷ്ട്രീയ കവചങ്ങൾ പൊളിച്ചെഴുതപ്പെടണം. പോലീസ് നിഷ്പക്ഷമായി അന്വേഷണം നടത്തി പ്രതിയെ അഴിക്കുള്ളിലാക്കുന്നത് വരെ ഈ പോരാട്ടം അവസാനിക്കില്ലെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു. മധ്യപ്രദേശ് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. സ്വന്തം പാർട്ടിക്കാർ പ്രതിയായാലും നിയമം നടപ്പിലാക്കുമെന്ന് തെളിയിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലാത്തപക്ഷം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മറ്റും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാനുള്ള ധാർമ്മിക അവകാശം BJPക്ക് നഷ്ടമാകും.